പാല് കാച്ചി വെച്ച് കഴിഞ്ഞാൽ പാടയില്ലാണ്ട് എടുത്തേക്കാൻ എങ്ങനെ പറ്റാമെന്നൊന്ന് നമുക്ക് നോക്കാം. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടാവും. അവർക്ക് പാലെടുത്ത് കൊടുക്കാൻ നോക്കുമ്പോൾ അതിൽ പാടയുണ്ടാവും. ചില കുട്ടികൾക്ക് പാട ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മളത് അരിച്ച് അതിൻ്റെ പാടയൊക്കെ കളയും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് പാലെടുത്ത് തിളപ്പിക്കാൻ വെച്ചു. പാല് തിളച്ചു. ഇനിയിപ്പോൾ അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കണ്ട പാട വരുന്നു. ഈ പാട വരാണ്ട് ഇരിക്കാനായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ കാച്ചി വഴിക്ക് ആറ്റി കുടിക്കുക. അല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്ത് ഒരു 4 ആറ്റാറ്റുക. പതപ്പിച്ചാറ്റണം. പതച്ച് നല്ലപോലെ പത വരണം ആറ്റിയിട്ട്. എന്നിട്ടത് മൂടി വെച്ചാലും കുഴപ്പമില്ല, മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിപ്പോൾ മൂടി വയ്ക്കുന്നുണ്ട് ഞാൻ. അതും അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ തിളച്ച പാല് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുക. കാച്ചിയ പാത്രത്തിലായാലും കുഴപ്പമില്ല, ഇതേപോലെ അടച്ച് മൂടി അവിടെ വയ്ക്കുക. എന്നിട്ട് രണ്ടും കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പാടയുണ്ടാവില്ല. എങ്ങനെ നോക്കിയാലും പാടയില്ല. അപ്പം ഇതിലും വലിയ പാട. അത് ആവി വെള്ളം വീണ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പാടയുണ്ടാവില്ല. മറ്റേത് ആറ്റി പതപ്പിച്ചാൽ അപ്പോഴും പാടയുണ്ടാവില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുട്ടികൾക്ക് പാടയില്ലാണ്ട് കഴിക്കാം. ആ പാട പിന്നെ നമുക്ക് അരിക്കണ്ട, ദൂരെ കളയും വേണ്ട. ഇനി നമുക്ക് പുറത്തുനിന്ന് കാശ് കൊടുത്ത് നെയ്യോ വെണ്ണയോ മേടിക്കാണ്ടിരിക്കാനായിട്ടാണിത്. കാലത്ത് പാല് മേടിക്കുക. അപ്പോൾ ഇതൊരു 5 ലിറ്റർ പാലാണ്. ഇത് പാക്കറ്റ് പാലൊന്നും പറ്റില്ല. ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ വീടുകളിൽ നിന്നോ മേടിക്കണ പാല്, നല്ല പാല് മേടിച്ച് കാലത്തെടുത്ത് വൈകുന്നേരം വരെ ഫ്രീസറിൽ വെച്ച് ഇതേപോലെ കോരി എടുക്കുക. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ ക്രീമൊക്കെ മുകളിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ എല്ലാതും കോരി എടുക്കുക. കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞാൽ പച്ചവെള്ളം പോലെയാവും ചായ. അപ്പോൾ ചായക്ക് വെള്ളം ഒഴിക്കാണ്ട് ഉണ്ടാക്കേണ്ടി വരും, പാല് തന്നെ ഒഴിച്ച്. ഇനി മിക്സിയുടെ വലിയ ജാറിൽ ഇതിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് ഒരു മിനിറ്റ് നേരം അടിച്ച് നോക്കുക. ചിലപ്പോൾ ഒരു എടുക്കുമ്പോൾ ഐസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് 1 മിനിറ്റ് അടിച്ചാൽ ആവില്ല. വീണ്ടും 1 മിനിറ്റും കൂടി അടിച്ചു. അപ്പോഴപ്പോൾ അത് വെണ്ണയായി കിട്ടിയത്. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഐസ് ആവാനായിട്ട് നിൽക്കണ്ട. കുറച്ച് ക്രീം അങ്ങനെ പൊന്തി നിൽക്കുന്ന സമയത്ത് എടുത്താൽ മതി. അപ്പോൾ വേഗം മിക്സി അടിച്ച വെണ്ണ കിട്ടും. വെണ്ണ എടുത്തു കഴിഞ്ഞാൽ പാല് അന്ന് തന്നെ യൂസ് ചെയ്യണം. മോരുണ്ടാക്കുക അല്ലെങ്കിൽ അപ്പം തന്നെ കാച്ചി കുടിക്കുക, ചായ ഉണ്ടാക്കുകയോ ചെയ്യണം. മിക്സിയിൽ ഇങ്ങനെ അടിച്ച കാരണം കൊണ്ട് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെച്ചാൽ ഒരു മണം വരും.